ബാല്യത്തിലെ വിദ്യാലയ സ്മരണയ്ക്ക് ഇടവപ്പാതിയുടെ തണുപ്പാണ്. ആ നനുത്ത ഓർമ്മയിലേക്ക് ഊളിയിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അത് ഞങ്ങളെ ഈ കഴിഞ്ഞ മാർച്ച് 10 പഴയ തട്ടകത്തിലെത്തിച്ചു. മുറ്റത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു തണൽമരവും ചുറ്റും കളിസ്ഥലങ്ങളും ഓടുമേഞ്ഞു നീണ്ടു കിടക്കുന്ന വരാന്തയോടു കൂടിയ വിദ്യാലയവുമായിരുന്നു ഓർമ്മയിലുണ്ടായിരുന്നത്. എന്നാൽ കാലം അതെല്ലാം മായ്ച്ചു കളഞ്ഞിരുന്നു. നഷ്ടബോധത്തോടെ മാത്രം ഓർമ്മയിൽ തെളിയുന്ന കാലം. ഉത്തരവാദിത്ത ബോധമില്ലാത്ത, പ്രതീക്ഷകളുടെ അമിത ഭാരമില്ലാത്ത, കളിയും ചിരിയും പേരിനു മാത്രം പഠിപ്പുമായി നടന്നിരുന്ന ഒരു കാലം. ഞങ്ങളെല്ലാവരും ആവേശഭരിതരായിരുന്നു. പണ്ട് പരസ്പരം സ്നേഹിക്കുമ്പോൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുടെയോ ഒത്തുകൂടലുകളുടെയോ ആവശ്യമില്ലായിരുന്നു. അന്ന് സ്നേഹിക്കാൻ വേണ്ടി ഞങ്ങൾ സന്ദർഭങ്ങൾ സൃഷ്ടിക്കാറില്ലായിരുന്നു. പുറമെ മിതഭാഷികളും കർക്കശക്കാരുമായിരുന്നെങ്കിലും അകമേ സ്നേഹവും കരുതലും കാത്തു സൂക്ഷിച്ചവരായിരുന്നു അന്നത്തെ അധ്യാപകർ. അതോടൊപ്പം ഒപ്പം നടന്നവരിൽ 9 പേർ ഈ ലോകത്തോട് വിട പറഞ്ഞതിലുള്ള വ്യസനവും. അവരെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ആ സുദിനം ആരംഭിച്ചു. എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് പഴങ്കഥകൾ, കുസൃതിത്തരങ്ങൾ പലതും പങ്കുവച്ചു. ആ വേദിയിൽ കൈകോർത്ത് ചിലർ പാടി. ക്ലാസ് മുറിയിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ചോറും കൂട്ടാനും പങ്കുവെച്ച് കഴിച്ചു. വ്യക്തിഗത വളർച്ചയ്ക്കും വികസനത്തിനും ഒരു ഉപാധിയായി ഈ കൂട്ടായ്മ ഉപയോഗപ്പെടുത്തണമെന്നും സാമൂഹിക ഉത്തരവാദിത്തം, സജീവമായ പൗരത്വവും വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണമെന്നും കൂട്ടായ്മയിൽ ഞങ്ങൾ തീരുമാനമെടുത്തു. അവിസ്മരണീയമായ ഈ ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പടമെടുക്കുകയുമുണ്ടായി. മാനവികതയുടെ സൗഹാർദ്ദ പാഠങ്ങൾ പഠിച്ച ഈ വിദ്യാലയമുറ്റം ഇനിയും സന്ദർശിക്കാൻ സൗഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വിട പറയുന്നു.